ചേട്ടാ, ഈ വ്യത്യസ്തമായ ഐഡിയ ചേട്ടൻ എങ്ങനെ കണ്ടുപിടിക്കും ഇങ്ങനൊരു ഐഡിയ? എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെയുള്ള കുറേ ചെയ്ത് എൻ്റെ ഫാദർ ഇതേപോലെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു രീതി എനിക്കുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പോയപ്പോഴൊക്കെ ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഒരു 42 വർഷത്തോളം സിനിമ ഫീൽഡ് ആർട്ട് സെറ്റ് വർക്ക് ഏർപ്പെടുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിരവധി മൊമെൻറ്റുകളും സിനിമയ്ക്ക് വേണ്ടി, പിന്നെ ഈ പെപ്പോ അതുപോലെ അക്കാഡമിക്ക് വേണ്ടി നിരവധി സന്ധ്യയ്ക്ക് വേണ്ടി ഞാൻ മൊമെൻറ്റും ചെയ്തിട്ടുണ്ട്. അസ്തരംഭൂത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ സ്ഥിരമായിട്ട് സിനിമ പണിയൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഇത് തൊഴിൽ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ പഴയ കാലത്തിലേക്ക് തിരിഞ്ഞ് ഒരു 75-80 കാലഘട്ടത്തിലുള്ള ക്യാമറയാണ് ഇപ്പോൾ ആദ്യം പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു 2-3 ഐറ്റം എടുത്ത് സെലക്ട് ചെയ്ത് നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ ബേക്കിൽ ഒറ്റത്തൊഴിൽ ചെയ്ത് ഇപ്പോഴത്തെ പുതിയ ജനറേഷന് വേണ്ടി, അതായത് ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് അറിയാവുന്നവരും അറിയാത്തവർക്കും വേണ്ടി തന്നെയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവർക്കും വേണ്ടി ഒരു പ്രയോജനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇനിയും അടുത്ത തവണ ഇതിനേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള, എനിക്കതിന് ശരിക്കും പഠിച്ചതിന് ശേഷം പറയാൻ പറ്റും, ആ ക്യാമറകളുടെ ഈ ചെയ്ത് കൊണ്ടുവരണം. അത് അടുത്ത പദ്ധതി കൊണ്ടുവരണം എൻ്റെ മനസ്സിലാഗ്രഹം. ഈ ഒരു ക്യാമറ ഇത് എത്ര ദിവസമാണ് ഇത് നിർമ്മിക്കുക? ഒരു ക്യാമറയ്ക്ക്, ഈ കൈയിരിക്കുന്ന ക്യാമറയ്ക്ക്? ഈ ക്യാമറയ്ക്ക് ഞാൻ 40-45 ദിവസം പറഞ്ഞല്ലോ. ആ സമയത്തൊക്കെ മലയാള സിനിമയിലെ ആർട്ട് വർക്ക് ഞാൻ സെറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഇതിലെ വർക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന്. രണ്ടാമത് ഇപ്പോൾ അതിൻ്റെ മിനിയേച്ചറിന് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഈ മിനിയേച്ചർ എനിക്കൊരു 3 ദിവസമെങ്കിലും 3-4 ദിവസം വേണം. കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഈ മോഡൽ എത്തുന്നവരെ എത്ര ദിവസം എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് ഒരു 3-4 ദിവസത്തിനകത്ത് തീർക്കാൻ കഴിയും. ഇത് ഫുള്ള് തടിയാണോ? ഫുള്ളും തേക്കിൻ മരത്തിൽ ചെയ്തത്, ഫുള്ളായിട്ട് തേക്ക് മരം, ഇനാമൽ, പോളിഷ്. ക്യാമറ അല്ലാതെ ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്നാണ് എൻ്റെ മനസ്സിൽ? അടുത്തിന് കുറേ പഴയ ക്യാമറകളും ചെയ്തതിന് ശേഷം ഫോട്ടോസ് മോഡലിൽ നമ്മളെ കളറൊന്നും ചേരാതെ, ഒരു കളറും ഉപയോഗിക്കാതെ മരത്തിൽ എന്ത് കളറുണ്ടോ ആ കളറോട് കൂടി ഞാൻ കുറച്ച് ഫോട്ടോസ് അടുത്ത വർഷം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം. അത് നമ്മുടെ മൺമറഞ്ഞു പോയ പ്രസിദ്ധിയായ ക്യാമറാമാൻമാർ, ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ്, അങ്ങനെയുള്ളവരെല്ലാം സെലക്ട് ചെയ്തിട്ട് അവരുടെ ഷൂട്ടിംഗ് ആ ഒരു ലൊക്കേഷൻ, ആ ഒരു ബാക്ക് നമ്മൾ ഫ്രെയിം കാണുന്നത് പോലെ മരത്തിൽ തന്നെ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ 3D അല്ല, ഒരു ഫോട്ടോസ് മോഡൽ. ഇതിപ്പോൾ ഇവിടെ ഫിലിം ഫെസ്റ്റിവലിൽ ഈ ക്യാമറ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എങ്ങനെയുണ്ടാണ് ഇവിടുത്തെ പിന്തുണ? നല്ല പ്രോത്സാഹനം എനിക്ക് തരുന്നത് സ്റ്റുഡൻസുകളും മറ്റുള്ള ക്യാമറാമാൻമാർ, അസിസ്റ്റൻ്റെല്ലാം വരുന്നവർ എല്ലാവരും തന്നെ സഹകരിച്ച് എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും എൻ്റെ ഫോൺ നമ്പർ വാങ്ങുന്നുണ്ട്. അവർക്ക് ആവശ്യമുള്ള സാധനം ഞാൻ ചെയ്തു കൊടുക്കുമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഞാൻ ചെയ്തു കൊടുക്കാം. ഞാനിവിടെ വളരെയധികം പ്രയാസവും ദുഃഖമായതാണ്. ഇങ്ങനെയുള്ള ക്യാമറ ആദ്യമായിട്ടാണോ ഇത് പുറത്ത്? ഇങ്ങനെ ഈ വർഷത്തിൽ ഞാൻ ക്യാമറ മിനിയേച്ചർ ചെയ്യുന്ന ആദ്യമായിട്ട്. മൊമെൻറ്റുകൾ ഞാൻ അക്കാഡമിക്കിട്ട് ധാരാളം ചെയ്തിട്ടുണ്ട്. ഈ മിനിയേച്ചറിലോട് പോയത് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ചെയ്തതാണ്. എത്ര സമയം എടുത്തു ഈ ക്യാമറ ചെയ്തെടുക്കാൻ? ഇത് ഞാനിപ്പോൾ കണക്ക് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് 3-4 ദിവസം എടുക്കും ഇവിടെ ചെയ്യാനായിട്ട്. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. പേരെങ്ങനെയാണ്? എൻ്റെ പേരും മോഹൻ.